സുധിയും ആനന്ദ് സ്വാമിജിയെ കാണാൻ എത്തുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് സ്വാമിജിയെ വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന സുധിയോട് ഇവന്റെ കഷ്ടകാലങ്ങൾക്ക് കാരണം ഇവന്റെ നാവാണെന്ന് സ്വാമിജി പറയുന്നു. ശേഷം സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സ്വാമിജി പറയുന്നത് കേട്ട് സുധിക്ക് അത്ഭുതം തോന്നുന്നു. തുടർന്ന് നിനക്കിപ്പോൾ പണമല്ലേ ആവശ്യമെന്നും നീ പോയി പിച്ചെടുക്കാനും സ്വാമിജി പറയുന്നതോടെ സുധി ഞെട്ടിപ്പോവുകയും സ്വാമിജിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശേഷം വൈകുന്നേരം വരെ നീ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പിച്ചെടുത്ത് ആ കാശ് ആ ക്ഷേത്രത്തിലെ കാണിക്കയായി സമർപ്പിക്കണമെന്നും വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കരുതെന്നും ഇതാണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയെന്നും സ്വാമിജി പറയുമ്പോൾ സുധിക്കാകെ ദേഷ്യം വരുന്നു. തുടർന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നീ സമ്പന്നനാകുമെന്ന് സ്വാമിജി സുധിയോട് പറയുന്നു. ശേഷം ആനന്ദിന്റെ നിർബന്ധം മൂലം സുധി പിച്ചെടുക്കാനായി തീരുമാനിക്കുന്നു. പിന്നീട് പിച്ചെടുക്കാനായി ആനന്ദും സുധിയും ക്ഷേത്രത്തിലെത്തുകയും ആനന്ദ് സുധീനെ ഒരു പിച്ചക്കാരനായി വേഷം കെട്ടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കണ്ണാടിയിൽ തന്നെ കാണുന്ന സുധി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് പിച്ചെടുക്കാൻ മടി കാണിക്കുന്ന സുധീനെ ആനന്ദ് നിർബന്ധിച്ച് പിച്ചെടുക്കാനായി ക്ഷേത്ര പരിസരത്ത് പിടിച്ചിരുത്തുന്നു. ശേഷം അവിടെ ഇരിക്കുന്ന പിച്ചക്കാർ സുധീനെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ ശ്രമിച്ചെങ്കിലും ഇന്നൊരു ദിവസം മാത്രമേ ഞാൻ ഇവിടെ ഇരുന്ന് പിച്ചെടുക്കൂ എന്ന് സുധി പറയുന്നതോടെ അവർ സമ്മതിക്കുന്നു. പിന്നീട് രേവതി ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയാൻ സച്ചിനെ വിളിച്ചെങ്കിലും സച്ചി ഫോൺ എടുക്കാതെ വരുന്നതോടെ രേവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ ഇരിക്കുന്ന ഒരു പിച്ചക്കാരൻ ആഹാരം ഓർഡർ ചെയ്ത് വരുത്തുകയും സുധിയെ ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതേസമയം ആനന്ദ് വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വിവരം സുധി പറയുന്നു. ഇത് കേട്ട് ആനന്ദ് സുധീനെ വഴക്ക് പറയുന്നതോടെ സുധി ഭക്ഷണം കഴിക്കാതെ പിച്ചെടുക്കാനായി പോകുന്നു. ഇതേസമയം ക്ഷേത്രത്തിലെത്തുന്ന രേവതിയെ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.